ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന രണ്ട് വീടുകളാണ്. അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന രണ്ട് വീടുകളാണ്. നിങ്ങൾ ഇതിന്റെ എലിവേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിരുന്നു. രണ്ട് വീടുകളാണ് അടുത്തടുത്തുള്ള രണ്ട് കോമ്പൗണ്ടുകളായിട്ട് പണിതിരിക്കുന്നത്. വീടുകൾ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിക്കടുത്ത് മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരിക്കുന്ന വീടുകളാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇടപ്പള്ളിക്കടുത്ത് മഞ്ഞുമൽ എന്ന സ്ഥലത്താണ്. മഞ്ഞുമൽ എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മഞ്ഞുമൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയുന്നതാണ്. സെന്റ് ജോസഫ് ഹോസ്പിറ്റലിന് തൊട്ടടുത്തായിട്ടാണ് ഈ കാണുന്ന വീടുകൾ രണ്ടും സ്ഥിതി ചെയ്യുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന രണ്ട് വീടുകളും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റോഡിൽ കൂടെ പോകുന്ന എല്ലാവർക്കും നമ്മുടെ വീടുകളൊന്ന് കണ്ടുപോകാവുന്നതാണ്. നല്ല ഭംഗിയായിട്ടാണ് വീടിന് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടാണ് എങ്കിൽ പോലും അത്യാവശ്യത്തിന് നല്ല വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ട് വീടുകൾക്ക് നോക്കുവാണെങ്കിൽ കാണാം ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. കളർഫുൾ ആയിട്ടുള്ള പെയിന്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. മതിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്കുകളും ചെയ്ത് സ്പോട്ട് ലൈറ്റുകളൊക്കെ ചെയ്തിട്ടാണ് ഈ രണ്ട് വീടുകളും ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഹൈലൈറ്റ് നോക്കുവാണെങ്കിൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിന് തൊട്ടടുത്താണ്. അതുകൂടാതെ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന രണ്ട് വീടുകളും സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് രണ്ട് വീടുകളും കൂടെ കാണിച്ചു വരുമ്പോഴേക്കും വീഡിയോ ലെങ്തി ആയി പോകും. മാത്രമല്ല ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് രണ്ട് വീടുകളും തമ്മിലുള്ളത്. എലിവേഷനൊക്കെ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ഇന്റീരിയറുകളും വ്യത്യാസമുണ്ട്. നിങ്ങൾ നേരിട്ട് വീടുകൾ വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഈ രണ്ട് വീടുകൾ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ട് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഒരു വീട് നമുക്കിത് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിൽ മാത്രമാണ് റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുവാണെങ്കിൽ ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിലേക്ക് നമുക്ക് വെറും 4.3 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ലുലു മാളിലേക്കാണെങ്കിൽ 5 കിലോമീറ്റർ ആണ്. അതുപോലെ എയർപോർട്ട് ഭാഗങ്ങളിൽ പോകണമെങ്കിൽ 20 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നമുക്ക് വീടിന്റെ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. മതിൽ നിങ്ങൾ കണ്ടോളൂ. ഈ ഒരു വീടിന്റെ മതിൽ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറും ഒരു ചെറിയ ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്. മിഡിൽ പോർഷനുകളിലൊക്കെ ആയിട്ട് ടെക്സ്ചർ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. മതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ രണ്ട് പില്ലറുകൾ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് രണ്ട് ലാമ്പാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് കുറച്ച് കയറിയിട്ടാണ്, റോഡിൽ നിന്ന് കുറച്ച് ഹൈറ്റിലാണ് ഇവിടുത്തെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു സൈഡ് വന്നിട്ട് ഗേറ്റ് നോക്കിയാൽ തുറന്നു വെക്കാവുന്ന രീതിയിലും മറ്റേ സൈഡ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലുമാണ് GA പൈപ്പിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ലേസർ കട്ട് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ ഞാൻ ഇനിയും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ ഓൾറെഡി കണ്ടു. ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയ രീതിയിലും നല്ല കളറുള്ള പെയിന്റിങ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് വൈറ്റ് തന്നെയാണ് ബേസ് കോട്ട് വരുന്നത്. ടെക്സ്ചർ വർക്ക് ലൈറ്റ് ഷെയ്ഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്നുണ്ട്, ഗ്രേ കളർ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഡാർക്ക് ഷെയ്ഡിലാണ് ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നത്. പില്ലറുകളിൽ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്ക് വരുന്നുണ്ട്. വീട്ടിൽ ആവശ്യത്തിന് മാത്രം ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി വന്നത് ഇവിടുത്തെ കാർ പോർച്ചിലേക്കാണ്. കാർ പോർച്ചിന്റെ ഫ്ലോർ ഒക്കെ നോക്കിയാലും മുറ്റം കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഭംഗിയായിട്ടുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് കവേർഡ് ആയിട്ട് ഒരു കാർ പോർച്ച് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പോർച്ച് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. രണ്ട് പില്ലറുകളിലും ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കാണ് വരുന്നത്. മുകൾ ഭാഗത്തൊക്കെ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കയറി ഉടനെ തന്നെ ലെഫ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ടൂ വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ആയിട്ട് ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് വീടിനകത്തേക്ക് കയറിയിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. അവിടേക്ക് പോകുമ്പോൾ ടൂ വീലേഴ്സ് വെക്കാനായിട്ട് ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് കിണർ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വടക്ക് കിഴക്കേ ഭാഗത്തായിട്ടാണ് കിണർ ചെയ്തിരിക്കുന്നത്. കിണറിന്റെ സൈഡിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ബാക്ക് സൈഡിലേക്കുള്ള വഴിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അത്യാവശ്യത്തിന് വിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്യാമറ കടന്നു പോകുന്ന വഴി നിങ്ങൾക്ക് അറിയാം, നല്ല രീതിയിൽ തന്നെ ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ രണ്ട് വീടുകൾ കൂടാതെ തൊട്ടടുത്തൊക്കെ ധാരാളം വീടുകളുണ്ട്. ഒരുപാട് നൈബേഴ്സ് ഒക്കെ ഉള്ള ഏരിയയിൽ തന്നെയാണ് നമ്മുടെ ഈ കാണുന്ന വീടും സ്ഥിതി ചെയ്യുന്നത്. ബാക്ക് സൈഡിൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് ആണ്. ഫ്ലോറിംഗ് ഇവിടെ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. കിച്ചണിന്റെ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം റൗണ്ട് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് കയറുന്ന മെയിൻ എൻട്രൻസിന്റെ ലെഫ്റ്റ് സൈഡിലേക്കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും നല്ല രീതിയിൽ വിട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
വീടിന്റെ ബാക്ക് സൈഡ് കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് വരുന്ന പോർഷനും ബേബി മെറ്റൽ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ റൗണ്ട് ചെയ്ത് തിരിച്ച് വീടിന്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. സോ സറൗണ്ടിങ് ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ട്. നമ്മുടെ കാർ പാർക്കിങ്ങിനുള്ള ഏരിയ നിങ്ങൾ കണ്ടു. അവിടെ നിന്ന് നമ്മൾ നേരെ കയറാൻ പോകുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ടിന്റെ ഒരു പില്ലർ വന്നിട്ട് ഇതുപോലെ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ ചെറിയ സിറ്റ് ഔട്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറും വൈറ്റ് ഒരു ചെറിയൊരു വർക്കും കൂടെ വരുന്ന ഗ്രാനൈറ്റ് ആണ് ഇവിടെ എല്ലാം തന്നെ വിരിച്ചിരിക്കുന്നത്. മെയിൻ ഡോറിൽ കാണുന്നതാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം നോക്കുവാണെങ്കിൽ കിഴക്ക് ഭാഗത്തേക്കാണ്, ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഒറ്റപ്പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മരങ്ങൾ വുഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വീടിന്റെ മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. നേരെ കയറി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ലിവിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് DV മീറ്റർ വരുന്നത്. നമ്മുടെ ഇവിടുത്തെ കേബിളുകൾ വയറിങ്ങൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ പോളി ക്യാബിനും LIG ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസും ഇവിടെ വേറെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് നമുക്ക് ഡോർ തുറന്ന് വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് TV വെക്കാനുള്ള സ്പേസ് ആണ്. മൾട്ടിവുഡിൽ ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയ രീതിയിലും ആവശ്യത്തിന് മാത്രമുള്ള ഫിറ്റിംഗ്സ് ഒക്കെയാണ് TV വെക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡുകളായിട്ടാണ് കൺവെർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറാണ് മെയിൻ ആയിട്ട് വരുന്നത്. ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ കൂടെ അതിനകത്ത് മെർജ് ചെയ്ത ഡിസൈൻ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലായിട്ട് ചെറിയൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് ഗ്രീൻ കളറിൽ ചെറിയൊരു വർക്ക് വരുന്നുണ്ട്. അതിലൊക്കെ ആയിട്ട് വലിയ LED ബൾബുകളും ചെറിയ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. മിഡിലായിട്ട് ഒരു ഫാൻ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് കാണാൻ പറ്റുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടും സേഫ് ആയിട്ട് മുകൾ ഭാഗം വരെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരുന്ന ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കബോർഡുകളായിട്ട് തിരിച്ച് ഡോറുകളെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലാണ്. ലിവിംഗ് ഇവിടെയായിരുന്നു. ഇവിടെ നിന്ന് വന്നിട്ട് ഡൈനിങ് സ്പേസിലാണ് നിൽക്കുന്നത്. ലെങ്തി ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് നമുക്ക് കിട്ടുന്നത്. 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. ഇതിന്റെ ഒരു നല്ല ലെങ്തി ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ ന്യൂ മോഡൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് അറിയാം. നമുക്ക് ബെഞ്ച് മോഡൽ ഇപ്പോൾ വീണ്ടും നമ്മുടെ പഴയ വീടുകളിലൊക്കെ നമ്മൾ ബെഞ്ച് മോഡൽ ഡൈനിങ് ടേബിൾ ഉണ്ട്. അതിപ്പോ വീണ്ടും വന്നിട്ടുണ്ട്. കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായ ഒരു ഡൈനിങ് ടേബിളും നമുക്കൊരു 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന സീറ്റിംഗും ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തായിട്ട് 4 വിൻഡോസ് കൊടുത്തിട്ടാണ് ഇവിടുത്തെ എയർ സർക്കുലേഷൻ പോസിബിൾ ആക്കിയിരിക്കുന്നത്. വീടുകളിലെ എല്ലാ റൂമിലും നോക്കിയാലും കാണാം എയർ ഹോൾസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ ആവശ്യത്തിന് മാത്രം ബോർഡർ ലൈനുകളായിട്ട് മാത്രമാണ് കുറച്ച് വർക്കുകൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫാൻ ഫിറ്റിങ്ങും ലൈറ്റ് ഫിറ്റിങ്ങും തന്നെ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നമുക്കിനി കാണാനുള്ളത് വാഷ് ഏരിയ ആണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് വാഷിംഗ് കൗണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഇരിക്കുന്ന ആ ഒരു ബേസ് നോക്കിയാൽ കാണാം ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. സൈഡിലെല്ലാം മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഒരു മിറർ വരുന്നുണ്ട്. താഴെ വരുന്ന പോർഷൻ എല്ലാം തന്നെ മൾട്ടിവുഡ് കൊണ്ട് തന്നെ ക്യാബിനറ്റുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്കിവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു ഡോറ് കാണാം. ഇത് ഓപ്പൺ ചെയ്ത് വരുന്നത് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലെ വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്. കയറി വരുമ്പോൾ കാണുന്ന ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മൾട്ടിവുഡിൽ തന്നെ വുഡൻ കളർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ട് തന്നെയാണ് വാർഡ്രോബ് നിർമ്മിച്ചിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ 2 സൈഡിലും മാത്രം ചെറിയ പ്രൊജക്ഷൻ പോലെ ചെയ്തിട്ട് അതിനകത്ത് LED സ്ട്രിപ്പും വലിയ 4 LED ബൾബുകളും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലൊരു ഫാൻ ഫിറ്റിംഗ് എല്ലാ റൂമുകളിലും നിന്ന് ഇവിടെ ഫാൻ ഫിറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. വോളിൽ നോക്കുവാണെങ്കിൽ ഒരു വൈറ്റിൽ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഡിസൈനുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിൽ വന്നിട്ട് ബ്ലാക്ക് ടൈലുമാണ്. ഒരു പടി താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സൗകര്യങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ് ബാത്റൂമിനകത്തെ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
താഴത്തെ ഫ്ലോറിലുള്ള ഈ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. വീണ്ടും ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ആ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോറ് ഈ ഒരു മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 4 പേർക്ക് വരെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലെങ്തി ആയിട്ടുള്ള കിച്ചൺ ആണ് ഇവിടെ കിട്ടുന്നത്. കയറി വരുമ്പോൾ തന്നെ ഫ്രിഡ്ജ് വെക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്പേസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ അധികം തടസ്സമൊന്നുമില്ലാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാനേജ് ചെയ്യാവുന്നതാണ്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് വാർഡ്രോബ്സ് നോക്കുവാണെങ്കിൽ ഒരു ബ്രൗൺ കളർ ആണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. സറൗണ്ടിങ് ഏരിയാസിലുള്ള ടൈലൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളറാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലും താഴെയും ആവശ്യത്തിന് കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് കിട്ടുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ ചെറിയൊരു പ്രൊജക്ഷൻ കൊടുത്തിട്ട് അവിടെ 4 വലിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണകത്ത് എയർ സർക്കുലേഷൻ വേണ്ടിയിട്ട് നമുക്ക് ആ കണ്ട 3 വിൻഡോസ് കൂടാതെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൂടെ നമുക്ക് 2 വിൻഡോസ് ആണ് കിട്ടുന്നത്. കിച്ചന്റെ മെയിൻ ഡോർ തുറന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അവിടെ നമ്മൾ നേരത്തെ വന്നപ്പോൾ കണ്ടതാണ്. ഫ്ലോറിംഗ് ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള വർക്കുകൾ നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്തെടുക്കാവുന്നതാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിൽ എത്തിയിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറി വന്ന വഴിക്ക് തന്നെ നോക്കിയാൽ കാണാം ഈ ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് ആണ് കിട്ടുന്നത്. അത് കൂടാതെ ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ നമ്മൾ കയറി വന്ന് സ്റ്റാർട്ടിങ് തുടങ്ങി ചെറിയ രീതിയിലുള്ള വർക്കുകൾ ചെയ്തിട്ട് മിഡിൽ പോർഷനിലൊക്കെ എത്തുമ്പോഴേക്കും ചെറിയൊരു പ്രൊജക്ഷനും കൊടുത്ത് ലൈറ്റ് ഗ്രേ ഷെയ്ഡുള്ള പെയിന്റും ആണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമാണ് ഇവിടെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെയും മുകളിലത്തെ നിലയിലും എല്ലായിടത്തും ഫാൻ ഫിറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 2 വിൻഡോസ് കൂടാതെ ഈ ഭാഗത്തായിട്ടും കൂടെ നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുമ്പോൾ നമുക്ക് വലിയൊരു ഹാളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. TV യൂണിറ്റ് ഒക്കെ നമുക്ക് ഇവിടെ ആയിട്ടാണ് അറേഞ്ച് ചെയ്യാവുന്നത്. പ്ലഗ് പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് TV യൂണിറ്റ് ഇവിടെ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് സ്റ്റാൻഡ് വെക്കുകയോ ഒക്കെ ചെയ്താൽ ഇവിടെ നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്കിനി 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് 3 വിൻഡോസ് കാണാം. ആ വിൻഡോസ് വെച്ചിരിക്കുന്ന ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് കോപ്പർ കളറിൽ ഒരു ഗോൾഡൻ മിക്സ്ചറും കൂടെ വരുന്ന ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള 3 വിൻഡോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാർഡ്രോബ് കൂടി നമുക്ക് അതിനടുത്തായിട്ട് കാണാം. മൾട്ടിവുഡിൽ തന്നെ വുഡൻ കളർ തന്നെ ആ ഡിസൈൻ ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. 3 ഡോറുകളൊക്കെ വെച്ചിട്ട് നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനിലായിട്ട് ചെറിയ 2 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഗ്രേ കളർ പെയിന്റും ആണ് അതിൽ വരുന്നത്. ഇവിടെയും നമുക്ക് നോക്കുവാണെങ്കിൽ കാണാം ആവശ്യത്തിന് മാത്രമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു കോമ്പിനേഷനിലായിട്ടാണ് വോളിലും ഫ്ലോറിലും എല്ലാം തന്നെ ടൈൽസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആവശ്യത്തിന് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് നമ്മൾ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു ഡോറ് കാണാം. നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി കിട്ടുന്നുണ്ട്. അവിടേക്കുള്ള ഓപ്പണിംഗ് ആണ് ഈ കാണുന്ന ഡോറ്. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് ഫ്ലോർ നോക്കുവാണെങ്കിൽ വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കവർ ചെയ്തിട്ടുള്ള ഈ ഒരു സൺഷെയ്ഡിന്റെ പോർഷൻ ഒക്കെ നോക്കിയാൽ കാണാം ചെറിയ LED ബൾബുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ ഹാൻഡ് റെയിൽസ് ഇട്ട് സേഫ് ആയിട്ടും കവർ ചെയ്തിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്കിവിടെ 3 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. സൈഡിലുള്ള ഒരു വോള് മാത്രം നല്ല ഭംഗിയായിട്ടൊരു വോൾ പേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ 2 സൈഡിൽ മാത്രമാണ് ചെറിയ പ്രൊജക്ഷൻ കൊടുത്തിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഫാൻ നമുക്ക് കിട്ടുന്നുണ്ട്. സെയിം മോഡലിൽ തന്നെ വാർഡ്രോബ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 3 ഡോറുകളായിട്ട് തുറക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് വാർഡ്രോബിന് തൊട്ടടുത്ത് ഈ ഭാഗത്തായിട്ടാണ്. കളർ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഉണ്ട്. അത് കൂടാതെ ഒരു വൈറ്റ് കളറിൽ തന്നെ ചെറിയൊരു ലൈറ്റ് ഡാർക്ക് ഷെയ്ഡ് വരുന്ന കളറും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 ബാത്റൂമുകൾ നല്ല ലെങ്തി ആയിട്ട് അത്യാവശ്യം സ്പേസും ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. നമുക്കിനി ലാസ്റ്റ് ആയിട്ട് കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റിക്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പേസ് ആണ്. ഇവിടെ ആയിട്ടാണ് നമുക്ക് യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും കാണാൻ പറ്റുന്നത്.
ഈ ഒരു ഏരിയ നമുക്ക് ബിൽഡറുമായിട്ട് സംസാരിച്ച് കംപ്ലീറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കവർ ചെയ്തെടുക്കാവുന്നതാണ്. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പവർ പ്ലഗ് കാര്യങ്ങൾ, അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ ലൈൻ എല്ലാം തന്നെ ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് നോക്കുവാണെങ്കിൽ എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിക്ക് അടുത്ത മഞ്ഞുമൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. മഞ്ഞുമൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിന് തൊട്ടടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റൽ എല്ലായിടത്തേക്കും നിമിഷ നേരം കൊണ്ട് എത്തിപ്പെടാവുന്ന ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ കാണാം, റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. നമുക്ക് ഏകദേശം ഒരേപോലെ ചെയ്തിരിക്കുന്ന, ഒരേപോലെ എന്ന് പറഞ്ഞാൽ ഒരേ ലാൻഡ് അളവിൽ ചെയ്തിരിക്കുന്ന രണ്ട് വീടുകളാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. ഇതിന് ഡീറ്റെയിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ 3.25 3.25 സെന്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 1550 വരുന്നത്. 3 ബെഡ്റൂമുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് രണ്ട് വീടുകൾ അടുത്തടുത്താണ് സെയിലിനായിട്ടുള്ളത്. ലാൻഡ് അളവ് രണ്ട് വീടുകളുടെയും സെയിം തന്നെയാണ്. സ്ക്വയർ ഫീറ്റിൽ ഒരു 100 സ്ക്വയർ ഫീറ്റിന്റെ വ്യത്യാസം മാത്രമാണ് വരുന്നത്. ഈ കാണുന്ന വീടിന് 1550 സ്ക്വയർ ഫീറ്റും തൊട്ടടുത്തുള്ള വീടിന് 1450 സ്ക്വയർ ഫീറ്റും. ആ ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത്. രണ്ട് വീടുകൾക്കുമായിട്ട് ഇട്ടിരിക്കുന്ന പ്രൈസ് എല്ലാം തന്നെ സെയിം ആണ്. നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വളരെ ഭംഗിയായിട്ടാണ് രണ്ട് വീടുകളും ചെയ്തിരിക്കുന്നത്. കിണർ സൗകര്യം രണ്ട് വീടുകളിലും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. രണ്ട് വീടുകളിലും നമുക്ക് ഓരോ വാഹനങ്ങൾ വെച്ച് പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. ഇത്ര നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടുകൾക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസ് 73 ലക്ഷം രൂപയാണ്. 73 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. വീടുകൾ കാണാനുള്ള അവസരം നിങ്ങൾക്ക് മാർബിൾ ഹോംസിലൂടെ ലഭ്യമാണ്. ഏത് സമയത്തും വിളിക്കാം. നിങ്ങൾ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസമെങ്കിലും മുന്നേ നിങ്ങളെ വിളിച്ചൊന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് പല കസ്റ്റമേഴ്സും അങ്ങനെ മിസ്സാവാറുണ്ട്. കാരണം പെട്ടെന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് വരൂ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ക്ലയന്റിന്റെ കൂടെയാണെങ്കിൽ അവിടെ എത്തിപ്പെടാനുള്ള ഒരു സമയം നമുക്ക് ആവശ്യമുണ്ട്. കഴിവതും നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം മുന്നേ വിളിച്ച് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റുകൾ ഫിക്സ് ചെയ്യുക. ഞാൻ തീർച്ചപ്പെടുത്തി പറയുന്നില്ല, നമുക്ക് ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും ഏത് സമയത്ത് നിങ്ങളുടെ കൂടെ വരാൻ സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പ്രൈസുകൾ നെഗോഷ്യബിൾ ആണ്. ലോൺ വ്യവസ്ഥയിൽ ഈ കാണുന്ന വീടുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരും മാർബിൾ ഹോംസിലേക്ക് ധൈര്യമായിട്ട് വിളിച്ചോളൂ. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. പ്രൈസ് കേട്ടല്ലോ, നെഗോഷ്യബിൾ ആണ്. നല്ലൊരു ലൊക്കേഷൻ ആണ്. ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റൽ, മഞ്ഞുമൽ ഹോസ്പിറ്റൽ എല്ലാം വളരെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.